നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീ ഋഷിയുടെ പുതിയൊരു യോഗ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബിഗിനർ ലെവൽ ഫോർവേഡ് ബെൻഡിങ് പോസാണ്. അതായത് അധോമുഖ ശ്വാനാസനം, ഡൗൺവേർഡ് ഫേസിംഗ് ഡോഗ്. ഇതൊരു സ്ട്രെച്ചിങ് അതേപോലെ ഒരു സ്ട്രെങ്തനിങ് ആസനയാണ്. ഇതിൽ അധോ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ താഴോട്ടെന്നാണ്, ശ്വാനം എന്നാൽ നായ, മുഖ എന്നാൽ ഫേസ് അതായത് മുഖം. ഈ ആസനയിൽ ശരീരം ഒരു നായ മുഖം തോളിൻ്റെ ഭാഗത്തോട്ട് താഴ്ത്തി സ്ട്രെച്ച് ചെയ്യുന്നതിന് സമാനമായി തോന്നുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ഈ ആസന സൂര്യ നമസ്കാരത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മൾട്ടി പർപ്പസ് നേച്ചർ ഇതിനെ ഒരു സ്റ്റാർട്ടിംഗ്, ട്രാൻസിഷണൽ, റെസ്റ്റിംഗ് അതേപോലെ ഒരു സ്ട്രെങ്തനിങ് പോസ് കൂടി ആക്കുന്നുണ്ട്. സിംബോളിക്കലി ഒരു ശ്വാനൻ ലോയൽറ്റി, അൺകണ്ടീഷണൽ ലവ് അതേപോലെ കമ്പാനിയൻഷിപ്പ് പോലത്തെ ക്വാളിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എനർജി വൈസ് ഈ ആസന നമ്മുടെ മണിപ്പൂര അതേപോലെ ആജ്ഞാചക്രയെ ആക്ടിവേറ്റ് ചെയ്യുകയും അതുവഴി ഭയം, ഇൻസെക്യൂരിറ്റി ഇല്ലാതാക്കുകയും പെർസെപ്ഷനും ഇൻസ്പിറേഷനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. സോ ഫസ്റ്റ് നമുക്ക് ഈ ആസനയുടെ സ്റ്റെപ്സ് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കണ്ടീഷൻസ് ഉള്ളവർ പരമാവധി ഈ ആസനകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഇത് പരിശീലിക്കുക. ഈ ആസനയുടെ മുൻകരുതലുകൾ എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ഉള്ളവർ, ഏതെങ്കിലും ജോയിൻസിൽ അല്ലെങ്കിൽ മസിൽസിലൊക്കെ ഇഞ്ചുറീസ് ഉള്ളവർ, മൈഗ്രെയിൻ, ഹൈ ബ്ലഡ് പ്രഷർ, എപ്പിലെപ്സി, വെർട്ടിഗോ ബന്ധപ്പെട്ട എയിൽമെൻറ്റ്സ്, ഹാർട്ട് എയിൽമെൻറ്റ്സ്, ആർത്രൈറ്റിസ്, കാർപ്പൽ ടണൽ സിൻഡ്രോം, വീക്കായിട്ടുള്ള ജോയിൻസും ബോൺസും ഉള്ളവർ, പിന്നെ സീനിയർ സിറ്റിസൺസ് അതേപോലെ പ്രഗ്നൻറ്റ് വിമൻസ്. ഈ മേൽ പറഞ്ഞവർ മാക്സിമം ഈ ആസന ഒഴിവാക്കുക. സോ ഇനി നമുക്ക് ഈ ആസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മാറ്റിൻ്റെ മുൻവശത്തായിട്ട് നിവർന്ന് നിൽക്കുക. ആ പൊസിഷനിൽ ബ്രീത്ത് ചെയ്യുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തുക. എക്സേൽ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കോർ എൻഗേജ് ചെയ്ത് മുന്നോട്ട് ബെൻഡ് ചെയ്യുക. കൈപ്പത്തികൾ കാലുകളുടെ ഇരുവശത്തുമായി വയ്ക്കുക. കൈപ്പത്തികൾ മുഴുവൻ തറയിൽ തൊടാൻ കഴിയാത്തവർ കാൽമുട്ട് മടക്കി തൊടാവുന്നതാണ്. ദെൻ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കാലുകൾ ഓരോന്നായി പിന്നോട്ട് കൊണ്ടുവരിക. ഈ പൊസിഷനിൽ നിന്നും എക്സേൽ ചെയ്ത് കൈപ്പത്തികളിൽ ബലം നൽകി അരഭാഗം മുകളിലേക്ക് ഉയർത്തുക. ശരീരം ഏകദേശം ഒരു ഇൻവേർട്ടഡ് വിയുടെ ആകൃതിയിലാകണം. വ്രിസ്റ്റിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നിലയിൽ ദീർഘമായി ശ്വസിക്കുക. ഈ ആസനയുടെ സ്റ്റാർട്ടിങ്ങിന് വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൂടിയുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടേബിൾ പൊസിഷനിൽ നിന്നാണ്. ആ പോസിൽ കുറച്ചു നേരം ബ്രീത്ത് ചെയ്യുക. ദെൻ സ്ലോലി കാൽപാദങ്ങൾ ചേർത്ത് കൊണ്ടുവരിക. ഇൻഹേൽ ചെയ്ത് നീസ് ഫ്ലോറിൽ നിന്നും ലിഫ്റ്റ് ചെയ്യുക. എക്സേൽ ചെയ്ത് വേസ്റ്റ്, ഹിപ്പ് റീജിയൻ മേളിലോട്ട് ഉയർത്തുക. ഒപ്പൂറ്റുകൾ തറയിൽ പ്ലേസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. തല മാക്സിമം താഴ്ത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. കൈപ്പത്തികളും കാൽപാദങ്ങളും ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് ചെസ്റ്റ് ബ്രോഡൻ ചെയ്യുക. നമ്മുടെ ഷോൾഡേഴ്സ് ഇയേഴ്സിൽ നിന്ന് മാക്സിമം അകറ്റാൻ ശ്രമിക്കുക. ആ പൊസിഷനിൽ 5 to 10 ടൈംസ് ശ്വാസം എടുക്കുക. ദെൻ സ്ലോലി കം ടു ശശാങ്കാസന. അവിടെ നിന്ന് ബാലാസനയിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. സ്ലോ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ദെൻ സ്ലോലി ചിൻ ലോക്ക് ചെയ്ത് കം ടു വജ്രാസന ആൻഡ് ചിൻ ലോക്ക് മാറ്റുക. ഈ ആസനയുടെ പ്രയോജനങ്ങൾ വളരെയേറെയാണ്. ഇത് നമ്മുടെ ലോവർ ബാക്ക്, നീസ്, ആങ്കിൾസ്, വ്രിസ്റ്റ്, ഷോൾഡർ ജോയിൻസിനെയൊക്കെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ അജിലിറ്റി, റേഞ്ച് ഓഫ് മോഷൻ, ജോയിൻറ്റ് മൊബിലിറ്റി, മസ്കുലർ എലാസ്റ്റിസിറ്റി ഇവയെല്ലാം ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഇത് നമ്മുടെ ഓവറോൾ ബോഡി ഫ്ലെക്സിബിലിറ്റി കൂടി ഇൻക്രീസ് ചെയ്യുന്നു.
ഈ ആസന ചെയ്യുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് ക്യാവിറ്റി ഓപ്പൺ ആവുകയും ബ്രീത്തിങ്ങിന് വളരെയേറെ ബെനിഫിറ്റും ചെയ്യുന്നു. ഈ ആസന നമ്മളുടെ കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ സ്പൈൻ ടോൺ ചെയ്യുകയും ഒരു കോൺഫിഡൻറ്റ് ആൻഡ് സ്ട്രോങ് ബോഡി പോസ്ചർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് നമ്മുടെ മസിൽ സ്റ്റിഫ്നെസ് റെഡ്യൂസ് ചെയ്യാനും അതുവഴി പ്രാണയുടെ ഒരു ഗുഡ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അതേപോലെ ബ്രെയിൻ വേറെ സെൻസറി ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇതിന് കഴിയും. ഇതോടൊപ്പം തന്നെ ഈ ആസനയ്ക്ക് വേറെയും തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് കൂടിയുണ്ട്. ഇത് ഡയബറ്റിസ് അതേപോലെ തൈറോയ്ഡ് ഇംബാലൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എയിൽമെൻറ്റ്സ് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഉപ്പൂറ്റികൾ അതേപോലെ കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്യാനും അതേപോലെ ഈ ആസന സൈനസ് പ്രിവെൻറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നേസലായിട്ട് വരുന്ന അലർജീസ് ട്രീറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അധോമുഖ ശ്വാനാസന വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റിനും വളരെയധികം എഫക്റ്റീവാണ്. സോ ഓവറോൾ ഈ ആസന നമ്മുടെ സർക്കുലേറ്ററി അതേപോലെ കാർഡിയാക്, ലിംഫാറ്റിക്, ഡൈജസ്റ്റീവ്, മസ്കുലർ, സ്കെൽറ്റൽ സിസ്റ്റത്തിന് എല്ലാം ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.